നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടെലിവിഷൻ സന്തോഷത്തിന് സദ്വാർത്ത പരമ്പരയുടെ 66-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ദനഹായ്ക്ക് ശേഷമുള്ള 3-ാം ഞായർ. യേശുവും നിക്കോദീമോസും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. വിശ്വാസവും ജീവനും എന്നുള്ള 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. നമുക്ക് ഈ വേദഭാഗം ആദ്യമായി ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗം. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വിശ്വാസം എന്നുള്ള പ്രമേയം കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ്. നിത്യജീവനിലേക്കുള്ള മനുഷ്യന്റെ യാത്ര യേശു കർത്താവാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നത് വഴി സംലഭ്യമാവുന്നതാണ്. ഈ സുവിശേഷം തന്നെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവാണെന്ന്, രക്ഷകനാണെന്ന് എല്ലാവരും വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരം: ജീവനിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലണമെങ്കിൽ വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസം എന്നുള്ള ആ പ്രമേയം യോഹന്നാൻ ശ്ലീഹ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരിക. പൂർണ്ണമായ വിശ്വാസത്തിലേക്കുള്ള ഒരു വളർച്ച, ഒരു യാത്ര മനുഷ്യന് ആവശ്യമാണ്. 4-ാം സുവിശേഷത്തിൽ ഇപ്രകാരം വിശ്വാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരെ, വ്യക്തികളെ യോഹന്നാൻ ശ്ലീഹ അല്ലെങ്കിൽ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നാം മനസ്സിലാക്കുന്നത് പോലെ ശമരിയാക്കാരി സ്ത്രീ, അവള് വിശ്വാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നാണ് യേശു രക്ഷകനാണ് എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഇതുപോലെ അന്ധനായ മനുഷ്യന് യേശു കാഴ്ച നൽകുന്ന സംഭവം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയും
അവൻ യേശു എന്നുള്ള മനുഷ്യനെ കണ്ടുമുട്ടിയിട്ട് അവൻ മിശിഹായാണെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ അന്തസത്തയിലേക്ക് ഉയരുവാൻ വിവിധ ഘട്ടങ്ങൾ കടന്നു. പ്രകാരം വിശ്വാസം എന്നുള്ളത് അത് ഒരു യാത്രയായി, ഘട്ടം ഘട്ടമുള്ള ഒരു യാത്രയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ അപൂർണമായ വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായ വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്ര ഇപ്രകാരം 4-ാം സുവിശേഷകൻ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാം ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ നിക്കോദേമോസും യേശുവും തമ്മിലുള്ള സംഭാഷണത്തെ നോക്കിക്കാണുവാൻ. ഇന്നത്തെ സുവിശേഷം നാം എടുത്ത് വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളുടെ പരിചിന്തനത്തിന് നാം വിഷയമാവുന്നത് എങ്കിലും അതിൻ്റെ പൊരുള് മനസ്സിലാകണമെങ്കിൽ തൊട്ട് പിന്നിലുള്ള വേദഭാഗത്തിൻ്റെ 2-3 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. ജെറുസലേം പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു എന്ന് 2-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ വായിക്കുന്നു. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് അനേകർ യേശു വിശ്വസിച്ചു എന്ന് പറയുന്നു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവരെല്ലാം യേശു അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു എന്നാണ് ഇതിൻ്റെ തൊട്ടുപിറകിലുള്ള വേദഭാഗം. ഇപ്രകാരം യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് നിക്കോദേമോസ് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കടന്നു വരിക. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ഫരിസേയനാണവൻ, യഹൂദ കൂട്ടായ്മയുടെ ഉള്ള ഫരിസേയൻ. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധേയമാണ്. അവൻ ഒരു പ്രതിനിധിയാണ്, ഇവിടെ ഫരിസേയരുടെ പ്രതിനിധിയാണ്, യഹൂദ പ്രമാണികളുടെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അങ്ങ് ഗുരുവാണ്, ദൈവത്തിൽ നിന്ന് ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന്. എന്നിട്ട് പറയുകയാണ്, ദൈവം കൂടെയില്ല ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ അത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ആണെന്ന് അംഗീകരിച്ച് ഏറ്റുപറയുകയാണ് നിക്കോദേമോസ്. അവൻ പക്ഷേ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ ചെന്ന് യേശുവിനോട് ബഹുവചനത്തിലാണ് പറയുക, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു, അങ്ങ് ഗുരുവാണെന്ന്, ദൈവത്തിൽ നിന്ന് ഗുരുവാണെന്ന്. അതുപോലെ തന്നെ അവന്റെ വരവിനെ കുറിച്ചുള്ള സമയം പറയുന്നത്, അവൻ രാത്രി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു എന്നാണ്. രാത്രി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഇരുട്ടും വെളിച്ചവും, മരണവും ജീവനും, അസത്യവും സത്യവും ഒക്കെ പ്രത്യേകമായിട്ട് പാരലായിട്ട് സമാന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുക. ഇവിടെ പ്രകാശമായ യേശുവിനെ കാണുവാൻ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ആ യേശുവിനെ കാണുവാൻ നിക്കോദേമോസ് വരുന്ന സമയം രാത്രിയാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആരംഭത്തിൽ നാം വായിക്കുന്നത്, അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു എന്നാണ്. അന്ധകാരമയമായ, വിശ്വാസരഹിതമായ, പാപമംഗലമായ ഒരു പശ്ചാത്തലത്തിൽ രക്ഷകനായ യേശുവിന്റെ ജനനം അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു എന്നാണ്. ഈ പ്രകാശമായ യേശുവിന്റെ അടുക്കിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി കടന്നു വരുന്ന, സംവാദത്തിന് വേണ്ടി കടന്നു വരുന്ന ഒരു വ്യക്തി രാത്രിയിൽ കടന്നു വരുവാൻ കാരണം അവന്റെ വിശ്വാസം അപൂർണമായിരുന്നു എന്ന് പ്രതീകാത്മകമായി സുവിശേഷകന് കാണിക്കണം. മാത്രമല്ല, യേശുവിലുള്ള വിശ്വാസം ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള നിയമം ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൽ നിലവിലിരുന്നു. അപ്രകാരം യഹൂദരാൽ തിരസ്കരിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതെ അവരിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ രാത്രി യേശുവിനെ സമീപിക്കുന്നു രഹസ്യമായിട്ട്.
ഇപ്രകാരം പ്രകാശമായ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തി ക്രിസ്തു വിശ്വാസിയായി മാറുന്നുണ്ട്. അപൂർണമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായി വരുന്ന, രാത്രിയിൽ വരുന്ന ഈ നിക്കോദേമൂസ് ഈ സുവിശേഷത്തിൽ തന്നെ ഒരു വിശ്വാസിയായി മാറുന്നതിന് 2 ഉദാഹരണങ്ങൾ കാണുന്നു. യോഹന്നാൻ 7:50 അതുപോലെ 19:39 നിക്കോദേമൂസ് വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നു. 4-ാം സുവിശേഷത്തിൽ നിക്കോദേമൂസ് 3 പ്രാവശ്യം നിക്കോദേമൂസിനെ കുറിച്ച് 3 പ്രാവശ്യം പരാമർശമുണ്ട്. 1 നാം വായിച്ചു കേട്ട വേദഭാഗത്ത് യേശുവുമായിട്ടുള്ള സംവാദം. 2 7-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ വിശ്വാസത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ നിക്കോദേമൂസ് കടന്നു വരുന്നു, പരാമർശിക്കപ്പെടുന്നു. വീണ്ടും യേശുവിൻ്റെ സംസ്കാര കർമ്മം നടക്കുന്നിടത്ത് യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി സംസ്കരിക്കുവാൻ വേണ്ടി അരിമത്ഥ്യക്കാരൻ ജോസഫ് പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അത് വാങ്ങുമ്പോൾ സംസ്കാരത്തിന് എത്തിച്ചേരുന്നത് നിക്കോദേമൂസും കൂടിയാണ്. ഒരു പ്രമാണിയായിരുന്ന നിക്കോദേമൂസ് യേശുവിനുള്ള വിശ്വാസത്തിലേക്ക് മാറി എന്നുള്ളതിന് തെളിവ് കൂടിയാണത്. അതുകൊണ്ട് നിക്കോദേമൂസിൻ്റെ അപൂർണമായ ഈ വിശ്വാസം പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് വളർന്നു എന്നാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. നിക്കോദേമൂസ് യേശുവിനെ ഗുരു, റബ്ബി എന്നാണ് വിളിക്കുക. യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് നാം വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. കാരണം അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനതേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും യേശു നിക്കോദേമൂസിനെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിക്കുന്ന നിക്കോദേമൂസിനെ യേശു പൂർണ്ണ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള വേദഭാഗം 3-ാം തിരുവചനം മുതൽ 3-ാം അധ്യായം 3-ാം തിരുവചനം മുതൽ നാം 10-ാം തിരുവചനം വരെ നാം വായിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തിന് വേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്. യേശു അവനെ ക്ഷണിക്കുകയാണ് ഒരു പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ. അതിന് വേണ്ടുന്ന നിബന്ധനകൾ ഏതെല്ലാമാണ്. ഇതാണ് 4-ാം സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുക. 3-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഇവിടെ മലയാളം തർജ്ജമയിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ഇംഗ്ലീഷിലും ഇഫ് യു ആർ നോട്ട് ബോൺ അഗെയിൻ, വീണ്ടും എന്നുള്ള വാക്കാണ്. പക്ഷേ ഗ്രീക്ക് മൂലത്തിൽ നാം കാണുന്നത് അനോഥൻ എന്ന വാക്കാണ്. അനോഥൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ അല്ലെങ്കിൽ വീണ്ടും എന്നല്ല അർത്ഥം, ഉന്നതങ്ങളിൽ നിന്നും എന്നാണ് അർത്ഥം, മുകളിൽ നിന്നും എന്നുള്ളതാണ് അർത്ഥം. സ്വർഗത്തിൽ നിന്നുമുള്ള പരിശുദ്ധാത്മാവിലുള്ള ദൈവീക ജീവനിലുള്ള ഒരു ജനനമാണ് ഇവിടെ പ്രതീക്ഷിക്കുക, പരാമർശിക്കുക. ഇവിടെ സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 25 പ്രാവശ്യം ഈ ഇരട്ട സത്യം കാണുന്നുണ്ട്, ഡബിൾ ഐ മീൻ സേയിങ്സ്. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ ഇത് പറഞ്ഞിരുന്നു എങ്കിൽ കൂടി 25 പ്രാവശ്യം യോഹന്നാൻ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശുവിൻ്റെ അധരത്തിൽ നിന്നും വരുമ്പോൾ അവൻ സത്യം സത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന രീതി അവലംബിക്കുമ്പോൾ അതിൽ 3 പരാമർശങ്ങൾ ഇന്നത്തെ വേദഭാഗത്താണ് നാം കാണുക. ആദ്യത്തേത് ഈ 3-ാം തിരുവചനത്തിൽ വീണ്ടും ജനിക്കണം എങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ യേശുവിൻ്റെ വചനത്തിന് യേശു അടിവരയിടുകയാണ്. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജനിക്കുക എന്നുള്ളത് ഉന്നതങ്ങളിൽ നിന്ന് ജനിക്കുക എന്നുള്ള അർത്ഥം. നിക്കോദേമൂസ് പക്ഷേ ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുന്നില്ല. നിക്കോദേമൂസ് ചോദിക്കുകയാണ്, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അവനൊരു ശാരീരികമായ ജനനത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. യേശു ആത്മീയമായ ജനനത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ പോലും ശ്രോതാവായ നിക്കോദേമൂസ് ശാരീരികമായി ഒരു ജനനമായി ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, ഇപ്രകാരം അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ സാധിക്കുമോ എന്ന്. യേശു അതിനും മറുപടി കൊടുക്കുന്നു. വീണ്ടും സത്യം ചെയ്തു തന്നെ, 2 പ്രാവശ്യം സത്യം ചെയ്തു തന്നെ വ്യക്തമാക്കുകയാണ്. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതിന്റെ മാനദണ്ഡമായി യേശു പറയുന്നത് ഒരുവൻ ആത്മീയമായി ജനിക്കണം, അത് ജലത്താലും ആത്മാവിനാലും ഉള്ള ജനനമാണ്. ഇവിടെ മാമോദിസായെയാണ് സഭ
അതിനെ മാമോദിസയുടെ പശ്ചാത്തലമായിട്ടാണ് അതിനെ മനസ്സിലാക്കുക. നമ്മുടെ ആരാധനാക്രമം അനുസരിച്ച് ഒരു കുഞ്ഞുങ്ങൾക്ക് നാം മാമോദിസ കൊടുക്കുന്ന അവസരത്തിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ഇതാണ്: ജലത്താലും ആത്മാവിലുള്ള ജനനം. അത് മാമോദിസയുടെ ഒരു പ്രതീകമാണ്, അതിനെ സൂചിപ്പിക്കുന്നു. ഇത് ആത്മീയമായ ജനനമാണ്, അത് ദൈവത്തിൻ്റെ അരൂപിയിലുള്ള ജനനമാണ്. യേശുവിൻ്റെ കാലത്ത് യേശു പ്രസംഗിക്കുവാൻ കടന്നു വരുമ്പോൾ യഹൂദ കൂട്ടായ്മയിൽ വ്യത്യസ്തങ്ങളായ ക്ഷാളനങ്ങൾ നിലനിന്നിരുന്നു. ജലം കൊണ്ടുള്ള സ്നാനങ്ങളും ക്ഷാളനങ്ങളും ഉണ്ടായിരുന്നു. അത് കൗദാശികമായൊരു മാമോദിസ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ മാമോദിസയോട് മുതൽ അതൊരു കൗദാശിക മാമോദിസയായിട്ട് മാറുകയാണ്. ഇവിടെ ഒരു ആത്മീയമായ ജനനം ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് യേശു പരാമർശിക്കുക. അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം, അങ്ങനെ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി മാറണം. വിശ്വാസത്തിന്റെ വിത്ത് ഈ സ്നാനത്തോടുകൂടി, ജ്ഞാനസ്നാനത്തോടുകൂടി വിതയ്ക്കപ്പെടണം. അതുകൊണ്ടാണ് നാം പഠിപ്പിക്കുക, ഒരു വ്യക്തി ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വിത്ത് ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നുവെന്ന്. ഇതിന് തത്തുല്യമായ ഒരു ചിന്ത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ പറയുന്നു, ഒരാൾ മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആവുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടണം, ശിശുവിനെ പോലെ നിഷ്കളങ്കനായി മാറണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ജനനം എന്നുള്ളത് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ തത്തുല്യമായി മെത്തനോയിയ അല്ലെങ്കിൽ ഒരു മാനസാന്തരം എന്നുള്ള ആ ചിന്ത സമാന്തര സുവിശേഷങ്ങളിൽ ഒരുവനായ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. മത്തായി ഇവിടെ ഈ മാനസാന്തരം എന്നുള്ളത് ഹൃദയത്തിന്റെ മാറ്റം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പാപത്തിൽ നിന്ന് വിട്ടകന്ന് ദൈവത്തോട് ചേരുക എന്നുള്ള ആ പ്രക്രിയ മാനുഷികമായ ഒരു യത്നമായി അവതരിപ്പിക്കുകയാണ്. മാനസാന്തരം അവിടെ പറയുന്നത് ഒരു വ്യക്തി കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പാപത്തിന്റെ വഴികളെ വിട്ട് ശിശുവിനെ പോലെ നിഷ്കളങ്കരാകണം. എന്നാൽ 4-ാം സുവിശേഷത്തിൽ ഇത് ഒരു ദൈവികമായ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനമായിട്ട് പറയുന്നു. അരൂപിയെ അവതരിപ്പിച്ചുകൊണ്ട്, അരൂപിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, അതിൻ്റെ ദൈവിക വശം ഉണ്ട്, ഇത് ദൈവികമായൊരു പ്രവർത്തനമാണ്, മനുഷ്യൻ മാത്രം നോക്കിയാൽ സാധിക്കുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, അരൂപിയാലുള്ള ജനനമാണ്. യഥാർത്ഥമായ വിശ്വാസം മനുഷ്യന്റെ പ്രവർത്തനമല്ല, ആത്മാവിന്റെ സഹായത്താലാണ് സാധിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇത് ആത്മാവിന്റെ സഹായത്താൽ സാധിക്കേണ്ടതാണ്. വിശ്വാസം എന്നുള്ളത് ആത്മാവിന്റെ പ്രവർത്തനമാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശ്ലീഹന്മാർ പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ ദാനമായി സ്വീകരിക്കണം. കൺവേർഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ഫെയ്ത്ത്. ഒരു മനുഷ്യന്റെ മാനസാന്തരം എന്നുള്ളത് വിശ്വാസത്തിന്റെ ആരംഭമാണെന്ന് പറയാറുണ്ട്. വെള്ളത്താലുള്ള ജനനം മാമോദിസയെ സൂചിപ്പിക്കുമ്പോൾ ആത്മാവിലുള്ള ജനനം ദൈവികമായ ആത്മീയമായ ഒരു ജനനത്തെ, കൗദാശികമായ ജനനത്തെ സൂചിപ്പിക്കുന്നു. വിശ്വാസം മാമോദിസായിലൂടെയാണ് സഭയിൽ പ്രകടമാകുന്നത്. ആ ജീവിതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വിശ്വാസം സഭയിൽ അനുഭവിക്കണം, സഭയിൽ പ്രകടിപ്പിക്കപ്പെടണം. ചില മനുഷ്യർ പറയാറുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പള്ളിയിലൊന്നും പോകാറില്ല, കൂട്ടായ്മയിൽ നിൽക്കണമെന്നില്ല, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. പക്ഷെ വിശ്വാസം എന്നുള്ളത് ഒരു സമൂഹത്തിൽ പ്രകടമാകേണ്ടതാണ്, അനുഭവവേദ്യമാകേണ്ടതാണ്. അതാണ് സഭയിലുള്ളവർ ഉൾച്ചേരലായിട്ട് ജ്ഞാനസ്നാനത്തെ നാം സ്വീകരിക്കുക. ആത്മാവും ജലവും തമ്മിലുള്ളൊരു ബന്ധം നമ്മുടെ ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങളിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ സൃഷ്ടിയുടെ പശ്ചാത്തലത്തിൽ നാം കാണുന്നുണ്ട്. ജലത്തിന് മേൽ ആത്മാവ് രൂപി ചലിച്ചിരുന്നു എന്ന് പറയുന്ന വേദഭാഗം. യേശു പറയുന്നു, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യന്റെ പ്രകൃതി, അതിനെ ദൈവികമായി മാറ്റുന്നതാണ് ആത്മീയമായ ജനനം വഴിയായിട്ട്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ ജന്മഭാവം മാമോദിസ വഴി മാറ്റപ്പെടുന്നു, കൃപ കൊണ്ട് നിറയുന്നു എന്നൊക്കെ നാം പറയുന്നതിൻ്റെ ഉള്ളർത്ഥം. ഇവിടെ യോഹന്നാൻ ശ്ലീഹ
തന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, വീണ്ടും നീ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, കാറ്റിന്റെ ഒരു പ്രതീകം കൊണ്ടുവരികയാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നു എന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഈ ആത്മാവിൽ നിന്ന് ജനിക്കുന്ന പ്രക്രിയയെ ഒരു പരിശുദ്ധാത്മാവിലുള്ള ഒരു ജനനമായിട്ട് യേശു അവതരിപ്പിക്കുന്നു. അതിനാണ് കാറ്റ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുക. ഗ്രീക്ക് മൂലത്തിൽ നാം കാണുന്നത് കേവലം പ്രകൃതിയിലുള്ള ഒരു കാറ്റിന്റെ പദമല്ല അവിടെ ഉപയോഗിക്കുക. അനേമോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പ്രകൃതിയിൽ നാം കാണുന്ന കാറ്റാണ്. എന്നാൽ ഇവിടെ നാം ന്യൂമ എന്നൊരു വാക്ക് നാലാം സുവിശേഷൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുക. റൂഹ എന്ന് നമ്മൾ പറയുന്ന ന്യൂമ അല്ലെങ്കിൽ റൂഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, ഈ വാക്കാണ് കാറ്റ് എന്ന തർജ്ജമയ്ക്ക് ഉള്ള മൂലവാക്കായിട്ട് ഇവിടെ നാം കാണുക. അനേമോസ് എന്നുള്ള വാക്കിന് പകരം ശ്ലീഹ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷൻ ഉപയോഗിക്കുന്ന ഈ വാക്കിന് പ്രത്യേക ദൈവശാസ്ത്രപരമായ മാനമുണ്ട്. അതുകൊണ്ട് യേശു പറയുന്ന ഈ ജനനം കാറ്റിന്റെ ഒരു പ്രതീകത്തിൽ അവതരിപ്പിക്കുമ്പോൾ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൈവികമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്ത്, ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഇതാണ് പറയുക. എന്നാൽ അതിന്റെ ഫലം നാം അറിയും. അത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയില്ല. ഡെസ്റ്റിനേഷൻ നമുക്കറിയില്ല, അതിന്റെ സോഴ്സും നമുക്കറിയില്ല. അതാണ് കാറ്റിന്റെ പ്രത്യേകത. നാം പ്രകൃതിയിൽ കാറ്റടിക്കുമ്പോൾ തന്നെ കാറ്റിന്റെ ഫലം വൃക്ഷങ്ങളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ കാറ്റ് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉള്ളത്. കാറ്റിന്റെ ചില പ്രത്യേകതകളുണ്ട്. അത് ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ കാറ്റ് എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് എങ്കിൽ ആത്മാവിന്റെ ചില ഫലങ്ങളുണ്ട്. ആത്മാവിന്റെ ഫലം നാം ഒന്നാമത്തെ ഫലമായിട്ട് ഇവിടെ നാം കാണുന്നത് സ്വാതന്ത്ര്യമാണ്. അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ സ്വതന്ത്രമായ ചലനമാണ്. അത് ആത്മാവിൽ ജനിക്കുന്നവന്റെ സ്വാതന്ത്ര്യമാണ്. ആത്മാവിൽ ജനിക്കുന്ന വ്യക്തിക്ക് ദൈവികമായി സ്വാതന്ത്ര്യമുണ്ടെന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇപ്രകാരം നാം വായിക്കുന്നിടത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നാം കാണുന്നിടത്ത് പറയുന്നു. ഒന്ന് സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ദൃശ്യമാണ് എന്ന് പറയുന്നു. കാറ്റിന്റെ സ്വരം നാം കേൾക്കുന്നു. കാറ്റ് ദൃശ്യമല്ല, ആത്മാവിന്റെ സദൃശ്യമാണത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല എങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഫലങ്ങളെ അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് എണ്ണി പറയുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് അനുഭവവേദ്യമാണ്. ഇതാണ് രണ്ടാമത്തെ അതിന്റെ ചിന്ത. ഉറവിടവും ലക്ഷ്യവും രഹസ്യാത്മകമാണ്, എന്നാൽ വിശ്വാസമരൂപിയുടെ പ്രവർത്തന ഫലമാണ്. അതിന് നാം ചെവി ഓർക്കണം, ഫലങ്ങൾ നാം സ്വീകരിക്കണം. മൂന്നാമത്തെ ചിന്ത വിശ്വാസത്തിന്റെ ഉൾക്കാമ്പ് എന്നുള്ളതാണ്. 11-ഉം 12-ഉം അധ്യായ വാക്യങ്ങളിൽ നാം വീണ്ടും കർത്താവ് പറയുന്ന സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് യേശു ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും വീണ്ടുമുള്ള ഒരു ജനനവും ആത്മാവിലുള്ള ഒരു ജനനവും ഒക്കെ ദൈവരാജ്യ പ്രവേശനത്തിന് ആവശ്യമാണെന്ന് നിക്കോദേമോസിനോട് പറയുമ്പോൾ നിക്കോദേമോസ് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അവനോട് യേശു പറയുന്നു, നീ ഗുരുവല്ലേ, ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടവനല്ലേ എന്ന് ചോദിച്ചിട്ട് യേശു അവസാനം കൂട്ടിച്ചേർക്കുകയാണ്, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു. മൂന്നാമത്തെ അഷ്വറൻസ് ആണ്. പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു. ഇവിടെ വീണ്ടും യേശുവും നിക്കോദേമോസും തമ്മിലുള്ള ഒരു സംഭാഷണം എന്നതിലുപരി ഇത് ക്രിസ്തീയ മതവും അതുപോലെ തന്നെ
യഹൂദമതവും തമ്മിലുള്ള ഒരു സംവാദമായിട്ട് മാറുകയാണ് 4 സുവിശേഷത്തിൽ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു. ഞാൻ എന്നുള്ളതല്ല, യേശു ക്രിസ്തീയ കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ അറിയുന്നവയെക്കുറിച്ച് സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. കാണുക, അറിയുക സാക്ഷ്യത്തിൻ്റെ വലിയ ആവശ്യമാണ്. നമ്മൾ പറയും യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ തിരുവചനത്തിൽ ശ്ലീഹ പറയുന്നു, ഞങ്ങൾ കണ്ടവയും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചതും ആയ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. സാക്ഷ്യത്തിന് ഇപ്രകാരം കണ്ടതും അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ ആവശ്യമാണ്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടും നിങ്ങളത് സ്വീകരിക്കുന്നില്ല. യഹൂദ കൂട്ടായ്മയിലുള്ള യേശുവിന്റെ പ്രതിയോഗികൾ അത് സ്വീകരിക്കുന്നില്ല എന്ന് യേശു പറയുകയാണ്. ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവിക ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അത് വിശ്വസിക്കും എന്ന് യേശു ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്ന് സുവിശേഷം അവസാനിക്കുക. ഭൗമികവും സ്വർഗീയവും തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തലാണ് യേശു നടത്തുക. യേശു സ്വർഗീയനായിട്ട് വന്ന വ്യക്തിയാണ്. ആത്മീയമായ കാര്യങ്ങൾ ആണ് അവൻ്റെ ലക്ഷ്യം. അത് പറയുമ്പോൾ അത് ഗ്രഹിക്കണമെങ്കിൽ മിനിമം ഭൗതികമായ കാര്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഒരു ജനനത്തെക്കുറിച്ച്, ഒരു ആത്മീയ ജനനത്തെക്കുറിച്ച് നിക്കോദേമോസിനോട് യേശു പറയുമ്പോൾ നിക്കോദേമോസിന് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് ആ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം യേശു അവസാനിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗത്തിൻ്റെ വിശകലനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നിക്കോദേമോസിനെ പോലെ കർത്താവ് പ്രവർത്തിക്കുന്ന ചില അടയാളങ്ങളെ കണ്ടിട്ട് മാത്രം യേശു വിശ്വസിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറാതെ, യേശു രക്ഷകനാണെന്ന്, ദൈവപുത്രനാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതിനും ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിനും നമുക്ക് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നാം ഉയരണം. ആ സമറിയാക്കാരി സ്ത്രീയെ പോലെ അവനൊരു യഹൂദൻ എന്ന രീതിയിൽ യേശുവിനെ കണ്ട ആ സമറിയാക്കാരി സ്ത്രീയെ രക്ഷകനിലേക്ക് വളർന്നതുപോലെ, കണ്ണിന് കാഴ്ച നൽകിയ യേശു എന്നൊരു മനുഷ്യനെ അന്ധനായ മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് അവൻ മിശിഹായാണെന്ന് അംഗീകരിച്ചതുപോലെ, നിക്കോദേമോസ് രാത്രിയിലെ അപൂർണമായ വിശ്വാസത്തോടുകൂടി കടന്നു വന്നിട്ട് അവൻ യേശുവിനെ സംസ്കരിക്കുവാൻ തക്കവണ്ണം അരിമത്യാക്കാരൻ യോസഫിന്റെ കൂടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിലേക്ക് വളർന്നുവെങ്കിൽ, ഇതുപോലൊരു വിശ്വാസത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മുടെ ബലഹീനമായ പരിമിതമായ അവിശ്വാസത്തിൻ്റെതായ തലങ്ങളെ വിട്ട് വിശ്വാസത്തിൻ്റെ സോപാനങ്ങളിലേക്ക് നാം ഉയരണമെന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. നിക്കോദേമോസ് അതിന് നിമിത്തമാകട്ടെ. നിക്കോദേമോസിന്റെ രാത്രിയിലുള്ള കടന്നുവരവ്, നിക്കോദേമോസിന്റെ യേശു പ്രവർത്തിക്കുന്ന അടയാളങ്ങളെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിശ്വാസം, ആ തലങ്ങളെല്ലാം വിട്ട് ആത്മീയമായ ഒരു ജനനം, ഉന്നതങ്ങളിൽ നിന്നുള്ള ജനനത്തിലേക്ക് യേശു ക്ഷണിക്കുമ്പോൾ അപ്രകാരം ജനിക്കുന്നൊരു വ്യക്തിയായി നമുക്കും മാറുവാനായിട്ട്, ആത്മീയമായ വിശ്വാസ ജീവിതത്തിൻ്റെ ഉന്നത പടികളിൽ എത്തിച്ചേരുവാൻ ദൈവമേ ഞങ്ങൾക്ക് വരം നൽകണമേ. നിന്റെ അരൂപി ആ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നത് പോലെ ഞങ്ങളെ വ്യക്തിപരമായ ജീവിതത്തിൽ ഊതി ഞങ്ങളെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ചത്തെ വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.